2 ദിവസം റൂമിലായതുകൊണ്ട് വീടും ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണ്. എല്ലാം താഴേക്കാണ് പണിഞ്ഞേക്കുന്നത്. ഇവിടുത്തെ റൂട്ടെല്ലാം കൊടുത്തേക്കുന്നത് ഓരോ കളറിലാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ അകത്തേക്ക് കയറി ഇപ്പോൾ ഏകദേശം 4 നിലയ്ക്ക് താഴെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിപ്പോൾ വർക്കിംഗ് ടൈം ആണ് ഇത്രയും തിരക്ക്. നല്ല റഷാണ് ഈ ടൈമിൽ മിക്കപ്പോഴും ഉണ്ടാവാറ്. മെട്രോയുടെ പരിപാടികളെല്ലാം സെൻസർ ആയതുകൊണ്ട് ഡ്രൈവറുടെ സീറ്റിൽ നമുക്കിരുന്ന് കാഴ്ചകൾ കാണാം. മൊത്തം നമുക്ക് ഇന്ന് 2 മെട്രോ കയറണം. അങ്ങനെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത മെട്രോ കയറി അവിടെ ഇറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി ടാക്സി പിടിച്ച് ഹോട്ടലിലെത്തി. ഇതൊരു 5 സ്റ്റാർ സെറ്റപ്പ് ഹോട്ടലാണ്. ഇവിടെയാണ് ഇന്ന് നമുക്കുള്ള പരിപാടി. ഇവിടെ സൗദി ടൂറിസം വകുപ്പിന്റെ എന്തോ ക്ലാസ് ആണ്. അകത്തോട്ട് കയറുമ്പോഴേ നമുക്ക് സ്നാക്സ് കഴിക്കാനുള്ള സ്ഥലം. നമുക്ക് സമയമുണ്ടല്ലോ വരാം. നമ്മൾ നേരത്തെ എത്തി. അകത്ത് പരിപാടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എല്ലാം അറേഞ്ച്മെന്റ് ആയി വരുന്നതേ ഉള്ളൂ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഓരോരുത്തർക്കും തേയില്ല ഇവിടെ ടാബ് ഇലക്ട്രിക് വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോകാം. അങ്ങനെ ഓരോരോ സീറ്റിൽ ഓരോ പുതിയ ടാബ് പൊട്ടിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. പുള്ളി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് തുടങ്ങി. ഇനി നമുക്ക് വല്ല പരിപാടിയില്ല. ഇനി നമുക്ക് കഴിക്കുന്ന ഭാഗത്തേക്ക് പോകാം. പാറക്കല്ല് വെട്ടി അതിനകത്ത് കാർഡ് വെച്ചിരിക്കുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എത്തുന്നതിന് വേണ്ടി നേരത്തെ ഇറങ്ങി റൂമിൽ. അതുകൊണ്ടൊന്നും കഴിക്കാതെ വന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു ജ്യൂസ് എടുത്തു. അത് കുടിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്ക് ഇവർ രണ്ടുപേരുമാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുക്കാൻ വന്ന ഒരാളുടെ ബാഗിനകത്ത് ഒരു ഒട്ടം കിടക്കുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്കും സ്നാക്സ് കഴിക്കാനായിട്ട് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് എടുത്ത് വിശപ്പോടെ കടിച്ചു. പിന്നാണ് അറിയാം അതിനകത്ത് മറ്റേ പച്ച സാൽമൺ ഫിഷ് ഇല്ലേ, അതാണ് ഇരിക്കുന്നത്. പിന്നെ അത് ആദ്യത്തെ ഒരു കടി കടിച്ചത് എങ്ങനെയാണ് ഞാൻ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്താണെങ്കിൽ നല്ല ചീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കുന്ന പെയിന്റിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടോ. അങ്ങനെ നാട്ടിൽ 5:30 ആയപ്പോഴത്തേക്കും പ്രോഗ്രാം തീർന്നു. അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഈ പുള്ളിയാണ് ഇന്ന് ഞങ്ങളുടെ സ്റ്റിൽ ചെയ്യാൻ വന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നേരെ ഒന്ന് കയറിയിരുന്നു. 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് അത് കുറ്റം പറയരുതല്ലോ. ഇത് എങ്ങനെ കഴിക്കേണ്ടത് എനിക്കറിയാൻ വയ്യ. ബിരിയാണി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നിരുന്നത് ഇച്ചിരി കൂടിപ്പോയി. 5 സ്റ്റാർ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ ബീഫ് സ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ബീഫ് സ്റ്റിക്കും വൈറ്റ് റൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, കാണാം.